ഞാൻ പറഞ്ഞു ഇനി ഞാൻ വികലാംഗക്ഷേമ കോർപ്പറേഷനിൽ കയറുകയില്ല, MD കാണുകയില്ല. എനിക്കറിയാം ഞാൻ സെക്രട്ടേറിയറ്റിൽ സമരം നിർത്തിയ വികലാംഗക്ഷേമ കോർപ്പറേഷന് മുമ്പിൽ സമരം കിടക്കുമെന്ന് പറഞ്ഞപ്പോൾ MD ഇവിടുന്ന് വിളിച്ചു പറഞ്ഞു, എവിടുന്ന് ഇടുക്കിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു സലോമിക്ക് വീൽ ചെയർ കൊടുത്തേക്കാൻ. അപ്പോൾ അവർ വീൽ ചെയർ തന്നു. കരയുന്ന കുട്ടിക്കല്ലേ പാലുള്ളൂ. ഞാൻ അവിടെ നിന്ന് ശക്തയുദ്ധം എതിർത്ത് എനിക്ക് വീൽ ചെയർ കിട്ടാണ്ട് പോവില്ല എന്ന് പറഞ്ഞ് ഞാൻ MDയോട് ഞാൻ പറഞ്ഞു, സാറ് വീൽ ചെയർ തരണ്ട, ഇനി ഞാൻ സാറിനെ കാണുകയില്ല, ഞാൻ വികലാംഗക്ഷേമ കോർപ്പറേഷൻ്റെ പടി ചവിട്ടുകയില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഇത് തന്നത്. എന്നിട്ടും ഞാൻ ചോദിച്ചോട്ടെ, 2-3 വണ്ടിയുള്ളവർക്ക് കൊടുത്തു കഴിഞ്ഞല്ലോ, ഇപ്പോൾ വണ്ടിയുടെ ഓർഡർ വന്നെന്ന് പറഞ്ഞു, സകല എവിഡൻസും കൊടുത്തു. ഇനി എല്ലാത്തിൻ്റെയും കളർ ഫോട്ടോ പോയി എടുത്ത് കൊടുക്കണം. ഈ കളർ ഫോട്ടോ എടുത്ത് കൊടുക്കണമെങ്കിൽ കലക്ടറോടി കൊടുക്കണമെങ്കിൽ അതിന് എത്ര പൈസയാവും പറയും. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് വല്ലവരും വെല്ലം ഇട്ടാലാണ് വെല്ലം കഴിക്കുക. ഇന്നലെ ഞാൻ RSSകാർ 2 പൊതി തന്നതിൽ അതിൽ ഒരു പൊതിയിൽ ചപ്പാത്തി അച്ചാറെടുത്താണ് രാവിലെ തിന്നത്. ഉച്ചയ്ക്ക് തിന്നണമെങ്കിൽ എൻ്റെ കയ്യിലൊന്നുമില്ല. അതാണ് അവസ്ഥ. ഞാൻ ചോദിച്ചോട്ടെ, അതിദാരിദ്ര്യ വിമുക്ത കേരളം എന്ന് പറഞ്ഞല്ലോ, ആർക്കാ മേഡം അതിദാരിദ്ര്യം ഇല്ലാത്തത്? അവർക്കോ? ഞാൻ സർക്കാരിനെതിരൊന്നുമല്ല, പക്ഷേ